ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശ കേസിൽ ഈരാറ്റുപേട്ട പോലീസ് സംഘം പി.സി. ജോർജിന്റെ വീട്ടിൽ എത്തി. ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകാനിരിക്കെയാണ് പോലീസ് സംഘം വീട്ടിലെത്തിയത്. ബി.ജെ.പി. നേതാക്കളും പി.സി. ജോർജിന്റെ വസതിയിലെത്തിയിട്ടുണ്ട്. ബി.ജെ.പി. മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി ഉൾപ്പെടെയാണ് വീട്ടിലെത്തിയത്. ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശം എന്ന പേരിലായിരുന്നു പി.സി. ജോർജിനെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹൈക്കോടതി ഇന്ന് ഹാജരാകണമെന്ന നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഹാജരാകും എന്ന് പി.സി. അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, പോലീസ് ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ എത്തിയോ? ഇനി എന്താണ് നടപടികൾ? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരം? അല്പസമയം മുമ്പാണ് ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ ഇപ്പോൾ പി.സി. ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ എത്തി നേതാക്കളുമായി സംസാരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പി.സി. ജോർജ് ഇന്ന് ഇവിടെ ഹാജരാകുന്നു എന്ന് അറിഞ്ഞ സാഹചര്യത്തിൽ നിരവധി പ്രവർത്തകരും ബി.ജെ.പി. നേതാക്കളും ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് എത്തി പ്രകടനമോ മറ്റോ നടത്തരുത് എന്ന് ഇപ്പോൾ പോലീസ് ബി.ജെ.പി. നേതാക്കളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. പോലീസ് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രകടനമോ മറ്റോ നടത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പി.സി. ജോർജിന്റെ മകൻ ബി.ജെ.പി. നേതാവ് കൂടിയായ ഷോൺ ജോർജ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അത്തരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാമെന്ന് പി.സി. ജോർജ് തന്നെയാണ് പോലീസിനെ രേഖാമൂലം അറിയിച്ചത്. അതിനനുസരിച്ചുള്ള നടപടിയിലേക്ക് പോകുമ്പോഴായിരുന്നു ഇപ്പോൾ ഒരു ഈരാറ്റുപേട്ടയിൽ നിന്ന് പോലീസിൽ നിന്നുള്ള ഒരു സംഘം ഇവിടെ എത്തി ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തുകയും നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് പ്രകടനം നടത്തരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെച്ചത്. പ്രകടനത്തിന് അനുമതിയില്ല എന്നും പറഞ്ഞു. പക്ഷേ ബി.ജെ.പി. നേതാക്കൾ ഇവിടെ 144 പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അത്തരത്തിൽ എന്താണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രകോപനം സൃഷ്ടിക്കാനാണോ പോലീസിന്റെ നീക്കമെന്നടക്കമുള്ള ചോദ്യം തിരികെ ചോദിച്ചത്. ഇപ്പോൾ വ്യക്തമാക്കുന്നത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ നിർദ്ദേശം ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ബി.ജെ.പി. പ്രവർത്തകർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല പോലീസ് ഈ വിഷയത്തിൽ ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള നീക്കം നടക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ബി.ജെ.പിയുടെ മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ പോലീസ് നടത്തുന്ന ഈ നീക്കം? എങ്ങനെയാണ് അത് കാണുന്നത്? ഒരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കമാണോ? 100%. നമുക്കിപ്പോൾ രാഷ്ട്രീയപരമായി ഇപ്പോൾ ഒരു രാഷ്ട്രീയ സംഘർഷം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ സംഘർഷമാണെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന് പറയാം. തികച്ചും നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹൈക്കോടതി ജാമ്യാപേക്ഷ നൽകി. അദ്ദേഹം തന്നെ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന്. പിന്നെ ഇത് നടത്തുക എന്ന് പറയുന്ന ചില ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്താനും ചില ആളുകളെ ഞങ്ങളാണിത് വളഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ അവിടെ അടിച്ചമർത്തുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ബോധപൂർവമായ ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഇവിടെ പ്രകടനം നടത്തരുതെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ്. ഒരു പ്രകടനം നടത്തണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പാർട്ടി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ നിലവിലെ സാഹചര്യത്തിൽ അത്തരം നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു സാധനം പറഞ്ഞിട്ടില്ല നമ്മൾ. അല്ല, പാർട്ടിയുടെ മുഴുവൻ ആൾക്കാരും വന്നിട്ടുണ്ടല്ലോ. അത്തരത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത് എന്ന് ബി.ജെ.പി. നേതാക്കൾ ആരോപിക്കുന്നു. തീർത്തും സമാധാനപൂർവ്വം ഒരു പോലീസിന് മുന്നിൽ ഹാജരാകുക എന്നുള്ള ഒരു നീക്കം തന്നെയായിരുന്നു പി.സി. ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ശനിയാഴ്ച ഹാജരാവാൻ കഴിയില്ലെന്നും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹാജരാകാമെന്നും പി.സി. ജോർജ് രേഖാമൂലം പോലീസിനെ അറിയിച്ചതാണ്. അത്തരത്തിൽ തീർത്തും സമാധാനപൂർവ്വമായി കേസുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തുന്നതിനിടെയാണ് പൊടുന്നനെ ഇന്ന് പോലീസ് സംഘം പി.സി. ജോർജിന്റെ വീട്ടിലേക്ക് എത്തുന്നതും ഇത്തരത്തിൽ നേതാക്കളോട് ചില ഉപാധികളെല്ലാം തന്നെ വെക്കുകയും ചെയ്തത്. അത്തരത്തിൽ യാതൊരു പ്രവർത്തനത്തിൻ്റെയും കാര്യമില്ല. അത്തരത്തിൽ യാതൊരു നീക്കത്തിൻ്റെയും ഒരു ആവശ്യകത നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.